ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യൂകാർനെറ്റിൻ്റെ വീക്ക്ലി കറണ്ട് അഫെയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറാൻ്റെ പ്രസിഡൻ്റായ ഇബ്രാഹിം റൈസിയുടെ മരണത്തെക്കുറിച്ചാണ്. അസർബൈജാനിലെ ഒരു ഡാം ഉദ്ഘാടനത്തിന് ശേഷം ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്കുള്ള യാത്ര മധ്യയാണ് നമ്മളുടെ ഇബ്രാഹിം റൈസിയുടെ ചോപ്പർ അപകടത്തിൽ വരുന്നത്. ഈ ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് ഇറാൻ്റെ പ്രസിഡൻ്റായ ഇബ്രാഹിം റൈസി മരണപ്പെടുകയാണ്. ഇറാൻ്റെ പരമോന്നത നേതാവായ ആയതുള്ള ഖമീനി കഴിഞ്ഞ് ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഇബ്രാഹിം റൈസി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇറാൻ്റെ ഭരണം എന്ന് പറയുന്നത് ഒരു സെമി ഡെമോക്രാറ്റിക് സെമി തിയോക്രാറ്റിക് ഭരണമാണ്. നമ്മൾ ഇംഗ്ലീഷ് സെഷൻസിൽ പഠിക്കാറുണ്ട് എന്താണ് ഈ തിയോക്രസി എന്ന് പറയുന്നത്. ഈ ക്രസി എന്ന് പറയുന്ന റൂട്ട് വേർഡ് എന്ന് പറയുന്നത് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോ മീൻസ് പീപ്പിൾ, ജനങ്ങൾ ഉള്ള സിസ്റ്റത്തെയാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. എന്നാൽ തീ എന്ന് പറയുന്ന റൂട്ട് വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തിയോക്രസി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭരണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാർ ഭരിക്കുന്നു എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ പറയുന്നത്. ഇറാൻ സെമി ഡെമോക്രാറ്റിക്കും സെമി തിയോക്രാറ്റിക്കുമായ ഒരു റിപ്പബ്ലിക്കാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇറാൻ്റെ സുപ്രീം ലീഡർ എന്ന് പറയുന്നത് ആയതുള്ള ഖുമൈനിയാണ്. ഇറാൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടെഹ്റാനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമ്മളുടെ ഇബ്രാഹിം റൈസിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോൺസ്പിറസി തിയറികളുണ്ടായിരുന്നു. എന്നാൽ ഈ കോൺസ്പിറസി തിയറികളെല്ലാം ഇറാൻ ഗവൺമെൻറ്റും ഇസ്രായേൽ ഗവൺമെൻറ്റും തള്ളുകയാണ് ചെയ്തത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. പ്രധാനമായിട്ടുമുള്ള കോൺസ്പിറസി തിയറി ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദാണ് ഈ മരണത്തിന് പിന്നിലുള്ളത് എന്നുള്ളതായിരുന്നു അവർ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ സംഘടനകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നോക്കാം. ലോകത്തെ എപ്പോഴും എക്സാമിനേഷൻ ചോദിക്കുന്ന ഒരു രഹസ്യാന്വേഷണ സംഘടന തന്നെയാണ് മൊസാദ് എന്ന് പറയുന്നത്. മൊസാദ് ലോകത്തിലെ ഏക യഹൂദ രാജ്യമായ ഇസ്രായേലിൻ്റെ സ്പൈ ഏജൻസിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യക്ക് പ്രധാനമായിട്ടും 2 സ്പൈ ഏജൻസികളാണ് ഉള്ളത്. ഒന്ന് റോ റിസർച്ച് അനലൈസ് വിങ് എന്ന് പറയുന്ന ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം. IB എന്നറിയപ്പെടുന്ന ഇൻ്റലിജൻസ് ബ്യൂറോയും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി CIA എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ്. ISI എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഇസ്രായേലിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ആണ്. നമ്മളുടെ ഇസ്രായേലിലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ജെറുസലേമും ഇസ്രായേലിലെ കറൻസി എന്ന് പറയുന്നത് ഷെങ്കലുമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റാറ്റിക് ജിക്കെയും കറണ്ട് അഫെയറും കൂടി ഒരുമിച്ചുള്ള ഒരു ടോപ്പിക്കാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ടൂറിസ്റ്റായ ബഹിരാകാശ സഞ്ചാരി ആരാണ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്പേസിലേക്ക് ടൂറിസ്റ്റായിട്ട് ഗോപി ചന്ദ് തോട്ടക്കുറ എന്ന് പറയുന്ന വ്യക്തി പോയി എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഗോപി ചന്ദ് തോട്ടക്കുറ ജെഫ് ബസോസിൻ്റെ ബ്ലൂ ഒറിജിനിലൂടെയാണ് സ്പേസിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതോടെ സ്പേസ് വിസിറ്റ് ചെയ്ത 2ാമത്തെ ഇന്ത്യൻ എന്ന് പറയുന്ന ഖ്യാതിയും നമ്മളുടെ ഗോപി ചന്ദിന് കിട്ടി എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ആദ്യമായിട്ട് സ്പേസ് വിസിറ്റ് ചെയ്യുന്നത് 1984 രാകേഷ് ശർമ്മയായിരുന്നു. ഇത് 2ാം തവണയാണ് ഒരു ഇന്ത്യക്കാരൻ സ്പേസിലേക്ക് പോകുന്നത്. അത് ഗോപി ചന്ദ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി ചോദ്യം, ആദ്യമായിട്ട് സ്പേസിലേക്ക് ടൂറിസ്റ്റായി പോയ ഇന്ത്യക്കാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോപി ചന്ദ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. സ്വാഭാവികമായും നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഡൗട്ട്, അപ്പോൾ കൽപ്പന ചൗള സ്പേസിൽ പോയിട്ടുണ്ടല്ലോ, കൽപ്പന ചൗള ഇന്ത്യയിൽ നിന്നുള്ളതല്ലേ എന്നുള്ളതായിരുന്നു നമ്മളുടെ കൺഫ്യൂഷൻ വരാനുള്ള ടോപ്പിക്ക്. എന്നാൽ കൽപ്പന ചൗളയുടെ കാര്യത്തിലെ വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലാണ് കൽപ്പന ചൗള ജനിച്ചതെങ്കിലും പിൽക്കാലത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സിറ്റിസൺഷിപ്പ് നേടുകയും USA നാസയ്ക്ക് വേണ്ടിയാണ് കൽപ്പന ചൗള പോകുകയും ചെയ്തത്. ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് പോളിസി അനുസരിച്ച് ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് എടുക്കുന്നതോടെ ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ആകും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുകൊണ്ട് കൽപ്പന ചൗളയുടെ ചോദ്യം ഇന്ത്യൻ ഒറിജിനായ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ, അതായത് ഫസ്റ്റ് വിമൻ ഹൂ ഗോ ടു സ്പേസ് ആസ് ആൻ ഇന്ത്യൻ ഒറിജിൻ എന്നൊക്കെ ചോദിച്ചാലാണ് കൽപ്പന ചൗള എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക.
അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിക്കറ്റിൽ നിന്നുള്ളൊരു കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL. ഇത്തവണത്തെ IPL കിരീടം ചൂടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ്. ചെന്നൈയിലെ ചിദംബരം സ്റ്റേഡിയത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവരുടെ 3ാമത്തെ കിരീടം ഉയർത്തുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ശ്രേയസ് അയ്യറാണ്. നമ്മുടെ എക്സാമിനേഷന് സാധാരണഗതിയിൽ IPLുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരാണ് സ്പോൺസർ ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ടാറ്റയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ സ്പോൺസർ എന്നുള്ളത് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഇത്തവണത്തെ വിമൺ പ്രീമിയർ ലീഗ് കിരീടം ഉയർത്തിയത് നമ്മളുടെ ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സാണ്. 2023 മുതലാണ് ഈ വിമൺ പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് വിമൺ പ്രീമിയർ ലീഗ് നേടിയത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം മുംബൈ ഇന്ത്യൻസ് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മധ്യപ്രദേശിലെ ജ്യോതിരാത്രയെക്കുറിച്ചാണ്. ആരാണ് ഈ ജ്യോതിരാത്ര? ജ്യോതിരാത്ര ഇന്ത്യയുടെ ഓൾഡസ്റ്റ് വിമൻ ടു കോൺകർ മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ വനിതയാണ് ജ്യോതിരാത്ര. നമുക്കറിയാം, നമ്മളുടെ ഈ മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത് നേപ്പാളിലാണ്. ആദ്യമായിട്ട് മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ വനിത ആരാണ് എന്ന എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. ജുങ്കോ താബയാണ് ലോകത്തിൽ ആദ്യമായിട്ട് മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ വനിത. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരാണ് ഈ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ബചേന്ദ്രി പാലാണ്. ഇനി ചോദ്യം, ലോകത്തും ഇന്ത്യയിലും 2 തവണ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ വനിത ആദ്യമായിട്ട് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ സന്തോഷ് യാദവാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതായത് സന്തോഷ് യാദവ് ഒരു ഇന്ത്യക്കാരിയാണ്. ലോകത്തും ആദ്യമായിട്ട് ഈ സന്തോഷ് യാദവ് തന്നെയാണ് 2 തവണ മൗണ്ട് എവറസ്റ്റ് കീഴടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബാങ്കിങ് കറണ്ട് അഫെയർ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് സെൻട്രൽ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രദീപ് നട്രാജൻ്റെ അപ്പോയിൻമെൻറ്റ് അപ്രൂവ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആരാണ് ഈ പ്രദീപ് നട്രാജൻ? IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഹോൾ ടൈം ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നമ്മളുടെ പ്രദീപ് നട്രാജൻ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാഷ്ട്രയുടെ ക്യാപിറ്റലായ മുംബൈയിലാണ്. നമ്മളുടെ എക്സാമിനേഷൻസിന് ബാങ്കുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് സ്ഥിരമായി ചോദിക്കാറുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത IDFC ഫസ്റ്റ് ബാങ്കിൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആയ മുംബൈയിൽ തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ബാങ്ക്സ് ഓഫ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന RBIയുടെ ഗവർണർ ആരാണ് എന്നും എക്സാമിനേഷന് ചോദിച്ച് കാണാറുള്ളതാണ്. RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത് ദാസ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജിംനാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം, നമ്മളുടെ എക്സാമിനേഷൻസിന് ചോദിക്കുന്ന മറ്റൊരു പാറ്റേൺ ചോദ്യം എന്ന് പറയുന്നത് ഒരു ഇവൻറ്റിൻ്റെ പേര് തന്നിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലെയറിൻ്റെ പേര് തന്നിട്ട് ഇത് ഏത് ഇവൻറ്റുമായി ബന്ധപ്പെട്ട പ്ലെയറാണ് എന്ന് ചോദിക്കാറുണ്ട്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഷ്യൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായിട്ട് ഗോൾഡ് മെഡൽ ഇന്ത്യക്ക് വേണ്ടി നേടിയ ദീപ കർമാക്കറിനെ കുറിച്ചാണ്. നമുക്കിതിനു മുമ്പും ഏഷ്യൻ ജിംനാസ്റ്റിക്സിൽ ബ്രോൺസും സിൽവറും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏഷ്യൻ ജിംനാസ്റ്റിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടുന്നത്. അത് ദീപ കർമാക്കറാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സ്ഥിരമായി ദീപ കർമാക്കറിൻ്റെ ചോദ്യങ്ങൾ വരാറുള്ളത് ദീപ കർമാക്കർ എന്ന് പറയുന്ന പേര് നൽകിയതിന് ശേഷം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിക്കാറുള്ളത്. നമുക്ക് പ്രധാനമായും അവിടെ നോക്കേണ്ടത് എവിടെ വെച്ചായിരുന്നു ഈ ഏഷ്യ ചാമ്പ്യൻഷിപ്പ് നടന്നത് എന്നുള്ളതാണ്. നമ്മളുടെ ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റലായ താഷ്കണ്ടിൽ വെച്ചായിരുന്നു 2024 ഏഷ്യൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക.
അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ എക്സാമിനേഷൻസിന് അവാർഡിൻ്റെ കാര്യങ്ങൾ സ്ഥിരമായി എക്സാമിനേഷന് ചോദിക്കാറുള്ളതാണ്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSU സമർപ്പൺ അവാർഡ്. ഇത്തവണത്തെ PSU സമർപ്പൺ അവാർഡ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ CMD ആയ കമാൻഡർ ഹേമന്ത് കാത്രിക്കാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മ്യൂസിക്കൽ ആൽബത്തെക്കുറിച്ചാണ്, ഫ്രണ്ട്ലി ഫാദർ. ഈ മ്യൂസിക്കൽ ആൽബത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ഫ്രണ്ട്ലി ഫാദർ എന്നാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഒരു മ്യൂസിക്കൽ ആൽബത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ മ്യൂസിക്കൽ ആൽബത്തിൽ പറയുന്നത് നമ്മളുടെ നോർത്ത് കൊറിയയുടെ ഏകാധിപതിയായ പ്രസിഡൻ്റായ കിം ജോങ് ഉന്നിനെ കുറിച്ചാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മളുടെ നോർത്ത് കൊറിയയുടെ കറൻസി എന്ന് പറയുന്നത് കൊറിയൻ വോൺ ആണ്. ഇനി നോർത്ത് കൊറിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് യോങ്യാൻ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് ISA. നമുക്കറിയാം 2015 നമ്മുടെ രാജ്യമായ ഇന്ത്യയും ഫ്രാൻസുമായി സംയുക്തമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഈ ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് രൂപീകരിക്കുന്നത്. അതിൻ്റെ 99ാമത്തെ അംഗരാജ്യമായിട്ട് പുതിയതായിട്ടൊരു രാജ്യം കൂടി ചേർന്നു. ആ രാജ്യത്തിൻ്റെ പേരെന്ന് പറയുന്നത് സ്പെയിനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സ്പെയിൻ്റെ ക്യാപിറ്റൽ മാഡ്രിഡ് ആണ്. സ്പെയിൻ്റെ കറൻസി എന്ന് പറയുന്നത് യൂറോ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി ഫ്രാൻസിൻ്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് പാരീസ് ആണ്. ഈ 2024 നടക്കാൻ പോകുന്ന ഒളിമ്പിക്സ് നടക്കുന്നത് ഫ്രാൻസിൻ്റെ ക്യാപിറ്റലായ പാരീസിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇത്തവണത്തെ നമ്മളുടെ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്ത വിദേശിയായിരുന്നു നമ്മളുടെ ഫ്രാൻസിൻ്റെ നേതാവായ ഇമ്മാനുവൽ മാക്രോൺ എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡെക്സ്, റാങ്കിങ് എന്നീ മേഖലയിൽ നിന്നുള്ള ഒരു ചോദ്യ പാറ്റേൺ ആണ്. സാധാരണഗതിയിൽ നമ്മളുടെ എക്സാമിനേഷൻസിന് റാങ്കിങ്, ഇൻഡെക്സ് പാറ്റേണുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. സാധാരണഗതിയിൽ ഇന്ത്യയിലെ ഏതെങ്കിലും സിറ്റിയുടെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. സ്ഥിരമായി നമ്മളുടെ എക്സാമിനേഷൻസിന് കണ്ടുവരുന്നത് ബാങ്കിങ്ങിൽ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പൊസിഷൻസാണ് ചോദിക്കാറുള്ളത്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്സ്ഫോർഡ് എക്കണോമിക്സ് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് ആണ്. ഈ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയിലെ ഒരു നഗരം ആയിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡൽഹിയാണ്. ഡൽഹിയുടെ പൊസിഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1000 റാങ്കുകളിൽ 350ാമത്തെ റാങ്കായിട്ടാണ് ഡൽഹി കിട്ടിയിരിക്കുന്നത്. പിന്നീട് നമ്മളുടെ ബാംഗ്ലൂരൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ബാംഗ്ലൂരിൻ്റെയൊക്കെ റാങ്ക് എന്ന് പറയുന്നത് വളരെ പിന്നിലാണ്. 411ഉം 427ാമത്തെ റാങ്കായിട്ട് മുംബൈക്കും 472ാമത്തെ റാങ്കായിട്ട് ചെന്നൈക്കുമൊക്കെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് റാങ്ക് എന്ന് പറയുന്നത് ഡൽഹിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഡൽഹിയുടെ റാങ്ക് എന്ന് പറയുന്നത് 350 ഇനി ഇൻഡെക്സ് പ്രകാരം ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിക്കാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻ്റർനാഷണൽ അപ്പോയിൻമെൻ്റ് ആണ്. നമ്മളുടെ വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് അവിടുത്തെ സെക്യൂരിറ്റി ചീഫായിരുന്ന ടു ലാമിനെ തിരഞ്ഞെടുത്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹനോയ് ആണ്. വിയറ്റ്നാമിൻ്റെ കറൻസി എന്ന് പറയുന്നത് വിയറ്റ്നാമീസ് ഡോങ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മളുടെ എക്സാമിനേഷൻസിന് ഇൻ്റർനാഷണൽ രാജ്യങ്ങളുടെ ക്യാപിറ്റൽ, അവരുടെ കറൻസി സ്ഥിരമായി ചോദിക്കാറുള്ളതാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻ്റർനാഷണൽ കറണ്ട് അഫെയർ ആണ്. യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടൻ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മളുടെ ഇംഗ്ലണ്ട് അവരുടെ പാർലമെൻറ്റ് പിരിച്ചുവിട്ട് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർലമെൻറ്റ് പിരിച്ചുവിടാനുള്ള അധികാരം ഇംഗ്ലണ്ട് പ്രധാനമന്ത്രിയുടെ കയ്യിലാണ്. നമുക്കറിയാം ഇംഗ്ലീഷ് പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് ഋഷി സുനകാണ്. എന്നാൽ ഈ പാർലമെൻറ്റ് പിരിച്ചുവിട്ട തീരുമാനം അംഗീകരിക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ രാജാവാണ്. എലിസബത്ത് രാജകുമാരിയുടെ മകനായ കിങ് ചാൾസ് മൂന്നാമനാണ് ഇംഗ്ലണ്ടിൻ്റെ രാജാവ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം നമ്മുടെ രാജ്യവുമായി ബന്ധമുള്ള ഒരു രാജ്യമാണ് ഈ ബ്രിട്ടൻ എന്നറിയപ്പെടുന്നത്. അതായത് ഇന്ത്യയുടെ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പല കാര്യങ്ങളും നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ നമ്മുടെ എക്സാമിനേഷൻസിന് ചോദിക്കാറുള്ളതാണ്. ഇന്ത്യയുടെ പാർലമെൻറ്റ് എവിടെ നിന്നാണ് കടമെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തുകൊള്ളുക,
ബ്രിട്ടീഷ് പാർലമെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മൾ ഇന്ത്യയുടെ ഭരണഘടനയിലേക്ക് കടമെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡെക്സ് ആൻഡ് റാങ്കിങ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഈ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡെക്സ് പുറത്തിറക്കുന്നത് വേൾഡ് എക്കണോമിക് ഫോറം ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇത്തവണത്തെ ഇൻഡെക്സ് പ്രകാരം ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അമേരിക്കയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വാഷിങ്ടൺ ആണ്. അമേരിക്കയുടെ കറൻസി എന്ന് പറയുന്നത് ഡോളറാണ്. സെക്കൻഡ് പൊസിഷൻ കിട്ടിയിരിക്കുന്നത് സ്പെയിനാണ്. സ്പെയിൻ്റെ ക്യാപിറ്റൽ മാഡ്രിഡ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. സ്പെയിൻ്റെ കറൻസി എന്ന് പറയുന്നത് യൂറോ ആണ്. മൂന്നാമത്തെ പൊസിഷൻ കിട്ടിയിരിക്കുന്നത് ജപ്പാനാണ്. ജപ്പാൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടോക്കിയോ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി ഇന്ത്യയുടെ റാങ്കാണ് സാധാരണഗതിയിൽ ഇൻഡെക്സുകളിൽ നമ്മളോട് ചോദിക്കാറുള്ളത്. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 39ാമത്തെ റാങ്കാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ എന്ന് പറയുന്ന സിറ്റിയുടെ പേര് മാറ്റിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം മഹാരാഷ്ട്ര ഭരിക്കുന്നത് ശിവസേനയാണ്. ശിവസേനയുടെ ഏകനാഥ് ഷിൻഡെയാണ് മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ. അദ്ദേഹം ഈ അടുത്ത് അഹമ്മദ് നഗറിൻ്റെ പേര് അഹല്യ നഗർ എന്ന് റീനെയിം ചെയ്തു. ആരാണ് ഈ അഹല്യ? 2025 അഹല്യാബായി ഹോൾക്കറിൻ്റെ 300ാം ജന്മദിനം നമ്മൾ ആഘോഷിക്കാൻ പോകുകയാണ്. അവരോടുള്ള ആദരസൂചകമായിട്ടാണ് നമ്മൾ അഹല്യ നഗർ എന്ന് അഹമ്മദാനഗറിൻ്റെ പേര് മാറ്റിയത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. മാൽവാർ സാമ്രാജ്യത്തിൻ്റെ രാജകുമാരിയായിരുന്നു അഹല്യാബായ് ഹോൾക്കർ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ ഫസ്റ്റ് ലൈഫ് ഇൻഷുറൻസിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. ഇന്ത്യ ഫസ്റ്റ് ലൈഫ് ഇൻഷുറൻസിൻ്റെ MDയും CEOയുമായിട്ട് ഋഷഭ് ഗാന്ധിയെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ നോക്കിയത്. നമുക്കറിയാം നമ്മളുടെ ഇൻഡസ്ട്രിയൽ റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഈ പറയുന്ന ഇന്ത്യ ഫസ്റ്റ് ലൈഫ് ഇൻഷുറൻസിന് അവരുടെ MDയും CEOയും അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് ഋഷഭ് ഗാന്ധിയെ അപ്പോയിൻറ്റ് ചെയ്തതിൻ്റെ അംഗീകാരം നൽകുന്നത് IRDAI ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കപ്പായ ISL ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയർ ആണ്. ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കൊൽക്കത്തയിൽ വെച്ച് വിവേകാനന്ദ യുവ ഭാരതി സ്റ്റേഡിയത്തിലായിരുന്നു ഈ മത്സരം നടന്നത്. മത്സരത്തിൽ 3-1 നമ്മളുടെ മോഹൻ ബഗാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുംബൈ സിറ്റി ഇത്തവണത്തെ ISL കിരീടം ഉയർത്തി എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 2ാം തവണയാണ് മുംബൈ സിറ്റിക്ക് ISL കിരീടം കിട്ടുന്നത്. നമുക്കറിയാം നമ്മൾക്കുടെ എക്സാമിനേഷന് സ്പോർട്സിന് വളരെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതായത് ഒരു കപ്പിൻ്റെ പേര് നൽകിയതിന് ശേഷം നമ്മളോട് ഏത് കളിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സന്തോഷ് ട്രോഫി എക്സാമിനേഷൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. സന്തോഷ് ട്രോഫി ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ അശുതോഷ് മുഖർജി ട്രോഫി, സിസേഴ്സ് കപ്പ്, രാജീവ് ഗാന്ധി ട്രോഫി, ലാൽ ബഹദൂർ ശാസ്ത്രി ട്രോഫി, ഫെഡറേഷൻ കപ്പ്, ദുരന്ത് കപ്പ് എന്നീ പറയുന്ന കപ്പുകളും ട്രോഫികളും എല്ലാം ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വേൾഡ് കപ്പ് ഫുട്ബോളിലും ഹോക്കിയിലും ക്രിക്കറ്റിലുമുണ്ട് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഒരിക്കൽ ചോദിച്ച ചോദ്യം, ഫുട്ബോൾ വേൾഡ് കപ്പും ക്രിക്കറ്റ് വേൾഡ് കപ്പും കിട്ടിയ ഏക രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു. അത് ഇംഗ്ലണ്ടാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പോൾ ഇത്തവണത്തെ ISLൻ്റെ ടൈറ്റിൽ വിന്നേഴ്സ് മുംബൈ സിറ്റിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ്. ഇത്തവണത്തെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയിരിക്കുന്നത് 2 പേർക്കാണ്. ഒന്ന് ജെനി എർപ്പൻബെക്കിനും മിഖായൽ ഹോഫ്മാനുമാണ് ഈ പറയുന്ന ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ജെനി എർപ്പൻബെക്ക് എഴുതിയ കൈറോസ് എന്ന് പറയുന്ന പുസ്തകത്തിനാണ് ഇത്തവണത്തെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. എന്താണ് ഈ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? അതായത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും എന്നാൽ
UK അയർലൻഡിലോ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന പുസ്തകങ്ങൾക്കാണ് ഈ പറയുന്ന ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പോൾ ജെനി എർപ്പൻബർഗ് എഴുതിയ കെയ്റോസ് എന്ന് പറയുന്ന പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മിക്കായൽ ഹോഫ്മാൻ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ആർമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഇന്ത്യൻ ആർമിയുടെ ചീഫായ മനോജ് പാണ്ഡെ, ഈ മാസം അവസാനം ഇന്ത്യൻ ആർമി ചീഫായ മനോജ് പാണ്ഡെ റിട്ടയർ ആകാൻ പോകുന്നതിന് മുമ്പ് സെൻട്രൽ ഗവൺമെൻറ് മനോജ് പാണ്ഡെയുടെ ടെന്യൂർ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളുടെ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവി എന്നിവയുടെയൊക്കെ സുപ്രീം ചീഫ് കമാൻഡർ എന്നറിയപ്പെടുന്നത് ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പ്രസിഡൻ്റാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യൻ ആർമി ഡേ എന്ന് പറയുന്നത് ജാനുവരി 15 ഇനി ഇന്ത്യൻ നേവിയുടെ ഡേ എന്ന് ചോദിക്കുന്നത് ഡിസംബർ 4 എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഡേ എന്ന് പറയുന്നത് ഒക്ടോബർ 8 എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീനിയർ അഡ്വക്കേറ്റ് കപിൽ സിബലിനെ കുറിച്ചാണ്. സുപ്രീം കോടതിയുടെ ബാർ അസോസിയേഷൻ പ്രസിഡൻ്റായിട്ട് ഇത്തവണ തിരഞ്ഞെടുക്കുന്നത് നമ്മളുടെ സീനിയർ അഡ്വക്കേറ്റായ കപിൽ സിബലിനെയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. സുപ്രീം കോടതി ബാർ അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ ആദിഷ് അഗർവാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കപിൽ സിബൽ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡൻ്റ് ആയത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നമുക്കറിയാം, ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെയും ചീഫ് ജസ്റ്റിസിൻ്റെയും റിട്ടയറിംഗ് ഏജ് എന്ന് പറയുന്നത് 65 വയസ്സാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. എന്നാൽ ഹൈക്കോടതി ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും ഇന്ത്യയുടെ പ്രസിഡന്റ് തന്നെയാണ്. എന്നാൽ ഹൈക്കോടതി ജഡ്ജിമാരുടെ കാലാവധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാരുടെ റിട്ടയറിംഗ് ഏജ് എന്ന് പറയുന്നത് 62 എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മരണ വാർത്തയാണ്. നമ്മളുടെ ബാങ്കിങ് ഇൻഡസ്ട്രിയുടെ ഭീഷ്മാചാര്യൻ എന്നറിയപ്പെടുന്ന ICICI ബാങ്ക്സിൻ്റെ ഫൗണ്ടേഷൻ ഇത്രയും ശക്തമാക്കിയ നാരായണ വ്യാകുൽ അദ്ദേഹത്തിൻ്റെ 88 വയസ്സിൽ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ICICIയുടെ ഇപ്പോഴത്തെ MDയും CEO എന്നറിയപ്പെടുന്നത് സന്ദീപ് ബക്ഷിയാണ്. ICICIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റലായ മുംബൈയിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇതോടുകൂടി എഡ്യൂഗാർഡൻ്റെ വീക്ക്ലി കറണ്ട് അഫെയർ സെഷൻ അവസാനിക്കുന്നു. താങ്ക് യു.